ഇടുക്കി പൂപ്പാറ പന്നിയാർപുഴയിലെ കയ്യേറ്റങ്ങൾ 6 ആഴ്ചയ്ക്കുള്ളിൽ ഒഴിപ്പിക്കണമെന്ന് കേരള ഹൈക്കോടതി. ഈ മാസം 17-ാം തീയതിയാണ് കോടതി വിധി പ്രസ്താവിച്ചത്. റവന്യൂ വകുപ്പ് കണ്ടെത്തിയ വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും ഉൾപ്പെടെ 56 കെട്ടിടങ്ങൾ ഒഴിപ്പിക്കുവാനാണ് കോടതിയുടെ നിർദ്ദേശം. തങ്ങളുടെ ഭാഗം കേൾക്കാതെയാണ് കോടതി വിധി പ്രഖ്യാപിച്ചത് എന്ന് വ്യാപാരികളും പ്രദേശവാസികളും ആരോപിച്ചു. പൂപ്പാറ പന്നിയാർപുഴ കയ്യേറി പുത്തമ്പരിക്കൽ ബിജുകുമാരൻ, തക്ഷകൻ നാഗയ്യ എന്നിവർ കെട്ടിടം നിർമ്മിക്കുന്നത് ചൂണ്ടിക്കാട്ടി BJP ഉടുമ്പൻചോല മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 2022 ഡിസംബറിൽ കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും പരാതി ഫയലിൽ സ്വീകരിച്ച കോടതി അനധികൃത നിർമ്മാണം പരിശോധിച്ച് നടപടിയെടുക്കുവാൻ റവന്യൂ വകുപ്പിനെ ചുമതലപ്പെടുത്തുകയുമായിരുന്നു. റവന്യൂ വകുപ്പിന്റെ നടപടിക്കെതിരെ ഇരുവരും കോടതിയെ സമീപിക്കുകയും പന്നിയാർപുഴയുടെ തീരത്ത് ഇത്തരത്തിൽ കയ്യേറി പ്രവർത്തിക്കുന്ന നിരവധി കെട്ടിടങ്ങളുണ്ടെന്ന് കോടതിയെ ധരിപ്പിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് അനധികൃത കയ്യേറ്റങ്ങൾ കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. റവന്യൂ വകുപ്പിന്റെയും ജില്ലാ കളക്ടറുടെയും പരിശോധനയിൽ വ്യാപാര സ്ഥാപനങ്ങളും വീടുകളും ഉൾപ്പെടെ 56 അനധികൃത കെട്ടിടങ്ങൾ കണ്ടെത്തി. അമിക്കസ് ക്യൂറി ഹരീഷ് വാസുദേവൻ മുഖേന ഈ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. റിപ്പോർട്ടിനെ തുടർന്ന് 6 ആഴ്ചയ്ക്കുള്ളിൽ പൂപ്പാറ പന്നിയാർപുഴയിലെ 56 കയ്യേറ്റങ്ങളും ഒഴിപ്പിക്കണമെന്ന് റവന്യൂ വകുപ്പിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. ഇതിനെതിരെ ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ച് കോടതിയെ സമീപിക്കുവാനാണ് പൂപ്പാറ നിവാസികൾ തീരുമാനിച്ചിരിക്കുന്നത്. ഞങ്ങൾ നാളെ തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഇതിൻ്റെ അപ്പീലുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ സീനിയർ അഡ്വക്കേറ്റിനെയും സുപ്രീം കോടതി അഡ്വക്കേറ്റിനെയും സമീപിച്ച് നിയമോപദേശങ്ങൾ തേടിയിട്ടുണ്ട്. ഒരു ഭാഗം കോടതി മുഖേന ഞങ്ങൾ അനുകൂല വിധി സമ്പാദിക്കാനും, മറിച്ച് ഈ സമരം കേരളം ഒട്ടാകെ ഈ സമരം അറിയിക്കുവാനും ഇടുക്കി ജില്ല ഒട്ടാകെ അറിയിക്കുവാനും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. തങ്ങൾ കയ്യേറ്റക്കാരല്ല, കുടിയേറ്റക്കാരാണെന്നും തങ്ങളുടെ ഭാഗം കേൾക്കാതെയാണ് കോടതി വിധി പറഞ്ഞതെന്നും നാട്ടുകാർ പറഞ്ഞു. എനിക്കിപ്പോൾ 63 വയസ്സുണ്ടായി. ഈ 61 വയസ്സ് എൻ്റെ അപ്പൻ 100-105 വയസ്സിലെ വെച്ചാൽ അവരുടെ ഞങ്ങളുടെ ആയുസ്സിൻ്റെ അവരുടെ അധ്വാനത്തിൻ്റെ ചോരയുടെ ഫലമാണ് ഈ കാണുന്നത്. ഞങ്ങളാരെയും പറ്റിച്ചിട്ടില്ല, ചതിച്ചിട്ടില്ല, വഞ്ചിച്ചിട്ടില്ല, ആരെയും ഞങ്ങൾ കൊള്ളയ്ക്കും ഇതിനും പോയിട്ടില്ല. ഞങ്ങളൊരു ഉപജീവനം നടത്തുന്നു, ഞങ്ങൾ അതിലൂടെ ജീവിക്കുന്നു. അതിന് ബഹുമാനപ്പെട്ട സർക്കാരും ബഹുമാനപ്പെട്ട കോടതിയും ഞങ്ങൾക്ക് അനുകൂലമായ ഒരു സാഹചര്യങ്ങളും വഴികളും ഒരുക്കി തരണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുന്നു. കോടതി തങ്ങളുടെ ഭാഗം കേൾക്കുമെന്നും അനുകൂല വിധി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലുമാണ് പൂപ്പാറ നിവാസികളുള്ളത്. അനീഷ് PA, ഇടുക്കി വിഷൻ ന്യൂസ്.